ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും തമ്മിലുള്ള ഗ്യാപ്പിനുള്ളിൽ രണ്ട് മാനേജേഴ്സാണ് സാക്കായിരിക്കുന്നത്, മൊറസ്കയും ആമറും. ആമറിൻ്റെ കാര്യത്തിൽ ആരും വലിയ സർപ്രൈസ്ഡ് ആവാൻ സാധ്യതയില്ല. ബട്ട് മൊറസ്കയുടെ കാര്യത്തിൽ ഞാൻ പേഴ്സണലി കുറച്ച് സർപ്രൈസ്ഡ് ആണ്. കാരണം ഹി വാസ് നോട്ട് ബാഡ്. കുറച്ചുകൂടെ സമയം കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ചെൽസിയുടെ ഒരു രീതി അതാണല്ലോ, ആഴ്ചയ്ക്ക് മാനേജറിനെ മാറ്റുന്ന ഒരു പരിപാടിയാണല്ലോ അവർക്കുള്ളത്. ഒന്ന് സ്റ്റേബിളായി വരും എന്ന് കരുതുമ്പോൾ ഒരു തട്ടലുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ് എന്നാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. സോ രണ്ടുപേർക്കും ചെൽസിക്ക് റീപ്ലേസ്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. രണ്ടുപേരുടെയും റീപ്ലേസ്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. ബട്ട് അനൗൺസ്മെൻറ്റ് ഇതുവരെ, ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതുവരെ അനൗൺസ്മെൻറ്റ് ആയിട്ടില്ല. അതൊക്കെ പോട്ടെ. നമ്മുടെ കാര്യം, നമ്മൾ ആർസണൽ ലിവർപൂളിനെ ഫേസ് ചെയ്യാൻ പോവാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. സീസൺ തുടങ്ങിയപ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ നമ്മളും ലിവർപൂളും തമ്മിൽ 14 പോയിൻ്റ് വ്യത്യാസം കാണുമെന്ന് 20 ഗെയിം കഴിയുമ്പം? ഒരിക്കലുമില്ല. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ലിവർപൂൾ ആർ ഗോയിങ് ത്രൂ എ ബാഡ് ഫേസ്. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഇഷ്യൂ. അതിപ്പോൾ സാലയുടെ ആ ഒരു ഔട്ട് ബേസ്റ്റും ആ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ പുതിയ പ്ലെയേഴ്സിൻ്റെ ഒരു ജെല്ലിങ് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആസ് ആൻ ഔട്ട്സൈഡർ, ഐ എം നോട്ട് എ ലിവർപൂൾ ഫാൻ, ഐ എം നോട്ട്. സോ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. സോ ദേ ആർ നോട്ട് ഇൻ എ വെരി ഗുഡ് ഫോം. കഴിഞ്ഞ സീസൺ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ 4th ആണ്. നമ്മളും അവരും തമ്മിൽ ഒരുപാട് പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ 5 കളിയിൽ നിന്ന് 3 വിൻ 2 ഡ്രോസ്. കഴിഞ്ഞ കളി ഓൾമോസ്റ്റ് ജയിച്ചു. ഗ്യാക്പോയുടെ സെലിബ്രേഷൻ ഒക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാം അത് കണ്ടാണല്ലോ. ബട്ട് ഫുൾഹാമിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ഇൻ ദ ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിം. സോ ദാറ്റ്സ് ഹൗ ലിവർപൂൾ ഇസ്. ബട്ട് ഇതൊന്നും കണ്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ലിവർപൂളിനെ. ലിവർപൂൾ ഈസ് സ്റ്റിൽ എ വെരി ഗുഡ് സൈഡ്, ലോട്ട് ഓഫ് ക്വാളിറ്റി പ്ലെയേഴ്സ്. എപ്പോഴൊക്കെ ലിവർപൂൾ ടോപ്പ് ടീംസിനെതിരെ വരുന്നു, ദേ പുട്ട് ഓൺ എ വെരി ഗുഡ് ഷോ. അത് നമ്മൾ ഈ സീസണിൽ ഞാൻ കണ്ടിട്ടുണ്ട് റിയൽ മാഡ്രിഡിനെതിരെയും. സോ വി കനോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് ടീം. ദിസ് ഈസ് വെരി സീരിയസ്. അപ്പം നമ്മുടെ അടുക്ക വരുമ്പോൾ നമുക്കിപ്പം 6 പോയിൻറ്റ്സ് ഗ്യാപ്പുണ്ട് മാൻ സിറ്റിയുമായിട്ടും വെസ്റ്റ് ഹാമുമായിട്ടും. ആ ഗ്യാപ്പ് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദിസ് ഈസ് ദ നമ്പർ 1 തിങ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വേറൊന്നുമല്ല. സോ അത് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് ദ സെയിം കൈൻഡ് ഓഫ് ബ്രേവ് പെർഫോമൻസ്. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ കാണിച്ച ആ സെയിം ബ്രേവ് പെർഫോമൻസ് ആണ് നമ്മളിവിടെ കാഴ്ചവെക്കേണ്ടത്. ആർസണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്ക്വാഡ് ഫിറ്റാണ് എക്സെപ്റ്റ് ഫോർ 2 പ്ലെയർ. നമ്മുടെ കാലഫിയോറിയും മൊസ്കാരയും ഒഴിച്ച് ബാക്കി എല്ലാവരും ഫിറ്റാണ്. റൈസ് അറിയാലോ, കഴിഞ്ഞ കളിയിൽ 2 ഗോൾ പഠിച്ചു. സോ എല്ലാവരും ഫിറ്റാണ്. സോ നോ എക്സ്ക്യൂസ്. ഈ കളി ആർസണൽ ഒരു വിൻ അല്ലാതെ വേറെ ഏത് റിസൾട്ട് എടുക്കുകയാണെങ്കിലും ദർ ഇസ് നോ എക്സ്ക്യൂസ് ഫോർ അർട്ടറ്റ ആൻഡ് ഓർ ദ ടീം. ഒരു എക്സ്ക്യൂസും ഇല്ല, ജയിച്ചേ പറ്റൂ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലൈനപ്പിൻ്റെ കാര്യം പറയുമ്പോൾ റൈറ്റ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ടിംബർ. സലീബ ഗ്യാബ്രിയൽ കോംബോ വരും. നമ്മുടെ ഹിൻകപ്പിയ ഹീസ് ബിക്കമിങ് ഒരു കാലഫിയോറി ഫിറ്റായാലും ഒരു തലവേദന കൊടുക്കുന്ന ഒരു സെലക്ഷൻ ആയിരിക്കും ഹിൻകപ്പിയ വേഴ്സസ് കാലഫിയോറി. അങ്ങനത്തെ രീതിയിലാണ് ഹിൻകപ്പിയ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് സെൻട്രലിലേക്ക് വരുമ്പം നമ്മുടെ റൈസ്, സുബമെൻഡി, അതുപോലെ തന്നെ ഓഡഗാർഡ് ഒരു മാറ്റവും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓഡഗാർഡ് ഹി വാസ് റിയലി ബ്രില്യൻറ്റ്. കഴിഞ്ഞ കളിയിൽ ഒരു മജീഷ്യനെ പോലെയാണ് കഴിഞ്ഞ കളി. ഹി വാസ് മൂവിങ്. ലെഫ്റ്റ് എനിക്ക് ഐ തിങ്ക് ട്രൊസാർഡ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ട്രൊസാർഡ് ഹാസ് എ വെരി ഗുഡ് റെക്കോർഡ് അഗെയിൻസ്റ്റ് ലിവർപൂൾ. അതുകൊണ്ട് ട്രൊസാർഡിനെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സെൻറ്റർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി ഇൻട്രസ്റ്റിംഗ്. എൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജെസൂസിനെ സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് ആഫ്റ്റർ ഹിസ് ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ട് ഹി ഹാസ് ബീൻ ബ്രില്യൻറ്റ്. സോ ഐ റിയലി തിങ്ക് ജേസൂസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഫിറ്റ്. അതല്ലെങ്കിൽ മാറ്റാൻ ആൾക്കാരുണ്ട്, മാറ്റാൻ സമയമുണ്ട്. സോ ജേസൂസിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഫീല്. ഓഫ് കോഴ്സ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണും. കാരണം സ്റ്റാർട്ടിനെക്കാട്ടിലും ബെറ്റർ ജേസൂസ് സബ്ബായിട്ട് വരുന്നതെന്ന് ഒപ്പീനിയനുള്ള പല പേരും കാണും. ഞാനതിനോട് വിയോജിക്കുന്നുമില്ല. ബട്ട് എൻ്റെ ഒരു പ്രിഫറൻസ് ജേസൂസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ്. റൈറ്റിലേക്ക് വരുമ്പം
ഈനോ ഞാൻ ഈ കളി ആക്ച്വലി സാക്കനെ വിൻ ചെയ്യും. നോ ഡിസ്റെസ്പെക്ട് ടു സാക്ക. സാക്ക ഈ കഴിഞ്ഞ 3-4 കളി അത്യാവശ്യം നന്നായിട്ടാണ് കളിക്കുന്നത്. ബട്ട് കഴിഞ്ഞ കളിയിൽ ഒരു അസിസ്റ്റും ഉണ്ട്. സോ ബട്ട് നോനി ഈസ് മോർ ട്രിക്കിയർ, മോർ ഫാസ്റ്റർ. അതല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ലെറ്റ്സ് ബി വെരി ഓണസ്റ്റ്, അതല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കളി കണ്ട ആർക്കും പറയാൻ പറ്റത്തില്ല. നോനി ഒരു സ്ലൈറ്റ് ബിറ്റ് എഡ്ജ് ഉണ്ട്. ബെറ്റർ എന്നല്ല, ഇൻ ഫോമാണ്. സാക്കയെക്കാട്ടിലും ഇൻ ഫോമാണ് നോനി. ഓക്കെ, ബെറ്റർ എന്നല്ല ഞാൻ പറയുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് നോനി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ ദ ലൈനപ്പ് ഈസ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഇനിയിപ്പോൾ പ്രഡിക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ടൈറ്റ് ഗെയിം ആയിരിക്കുമല്ലോ. ബട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്, പ്രഡിക്ഷനേക്കാളും എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു എൻ്റർടൈനിങ് മാച്ച് ആവട്ടെ. കാരണം ഫസ്റ്റ് നമ്മൾ ലിവർപൂളുമായിട്ട് കളിച്ച കളി എന്ന് പറഞ്ഞാൽ 60 കളിയായിരുന്നു 2 ടീമും കളിച്ചത്. 2 ടീമും 60 കളിയാണ് കളിച്ചത്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. ലിവർപൂളും ജയിക്കേണ്ട കാര്യമില്ലായിരുന്നു, ആർസണലും ജയിക്കേണ്ട കാര്യം. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ ഡ്രോ. 2 പേരും ഡ്രോയ്ക്കാണ് കളിച്ചത്. അവസാനം സോബോസ്ലൈയുടെ ആ ഫ്രീ കിക്കിലാണ് അവർ ജയിക്കുന്നത്. സോ ഇതൊരു എൻ്റർടൈനിങ് ഗെയിം ആവട്ടെ. ലെറ്റ് ഇറ്റ് ബി എ ഹൈ സ്കോറിങ് ഗെയിം. ലൈക്ക് ഐ ഡോണ്ട് നോ 3-1 ടു ആർസണൽ, 4-1 അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇറ്റ് ഷുഡ് ബി ആൻ ഓപ്പൺ ഗെയിം. നല്ല രീതിയിൽ ഒരുപാട് ഗോൾസ് ഉള്ള പഴയ ആർസണൽ ലിവർപൂൾ ആ ഒരു ഗെയിമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളത്തെ കളിയിൽ. 6 പോയിൻ്റ് ഗ്യാപ്പ് എങ്ങനെ അത് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി അർട്ടറ്റ ബോറ് കളി കളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ. സോ വി ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ഐ റിയലി ഹോപ്പ് നമ്മൾ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ എങ്ങനെ കളിച്ചോ അതിനേക്കാളും സെക്യൂറായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതേ ബ്രേവ്നെസ്സോടെ നമ്മൾ അതുപോലെ തന്നെ ഓപ്പണായിട്ട് കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഐ തിങ്ക് അർട്ടറ്റ ആ ഒരു മെൻറ്റാലിറ്റി ഈ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പഴയതുപോലെ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ലെറ്റ് സി. എന്തായാലും ഞാൻ ഈ ഗെയിം വാച്ച് അലോങ് പോകുന്നതാണ്. എൻ്റെ സൗണ്ടൊന്നും അത്രയ്ക്ക് ശരിയായിട്ടില്ല. ബട്ട് എനിക്ക് ഐ ക്യാൻ ഡു ഇറ്റ്. ഫിസിക്കലി ഐ ക്യാൻ ഡു ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. സോ നമുക്ക് വാച്ച് അലോങ്ങിന് എന്തായാലും കാണാം. ഓക്കെ ഗായ്സ്, ടേക്ക് കെയർ.